ഹായ് ഗേസ്, ഇതാണ് പാമിർ ഹൈവേൻ്റെ ഗേറ്റ് കേട്ടോ. ഓക്കെ, പാമിർ ഹൈവേയിലേക്ക് കിടക്കുകയാണ്. ഇനി എത്ര കിലോമീറ്റർ ഓടുമെന്ന് അറിയില്ല. ഇത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 4600 അടി ഹൈറ്റിലാണ് ഇപ്പം നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് മനസ്സിലാവില്ല, കാരണം ഇങ്ങനെ കറങ്ങി വരുന്നുണ്ട്. ഓരോരോ മലേനെയും പിന്നെ നമുക്ക് ഹൈറ്റിലാന്ന് മനസ്സിലാവില്ല. പക്ഷെ ഇത് ഓൾറെഡി 4600 അടി മേലെയാണ് എന്തെല്ലാം ഇപ്പോൾ ഓൾറെഡി വണ്ടിയും നമ്മളും ഉള്ളത്. ഹായ് ഗേസ്, നമ്മൾ പെട്രോളൊക്കെ അടിച്ച് ബ്ലാക്കിനെ അടിച്ചത് അപ്പം പമ്പൊന്നുമില്ല. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഫുള്ള് മല. ഒരു 5 ദിവസമായി മല തന്നെ കാണുന്നത്. വേറെ ഒന്നും കാണാനില്ല ഇവിടെ, ഓൺലി മല. അതായത് പാമർ ഹൈവേൻ്റെ ലാസ്റ്റ് ഇറങ്ങിയ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ കയറി എന്തൊരു ഭംഗിയാണെന്നറിയോ. ഇനിയിപ്പോൾ കിർഗിസ്ഥാൻ്റെ ബോർഡറിലേക്ക് പോകുന്നതാണ്. ആ കാണുന്ന റോഡിൻ്റെ കോല ഇത് വളരെ മോശമാണ് റോഡ്. ഓക്കെ, മോശം തന്നെ, വളരെ മോശം. ഇതിലാരും സഞ്ചരിക്കാറില്ല. എനിക്ക് തോന്നുന്നു നമ്മളെ സഞ്ചരിക്കുന്നുണ്ട്. യെസ്, കറക്റ്റ് ഓഫ് റോഡ് തന്നെ. പിന്നെ ഫോറിൻ്റെ പറയാണ്ട് എവിടെയും കുടുങ്ങിയിട്ടില്ല. ചെങ്കല നമ്മൾ ഇന്നലെ രാത്രി പെട്രോൾ തീർന്നിട്ട് ഇവിടെ ഏകദേശം നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് കിർഗിസ്ഥാൻ ബോർഡറിലേക്ക് ഞങ്ങൾ പോകുന്ന സമയത്ത് ഏകദേശം ഒരു പകുതി വയ്ക്ക് വെച്ച് പെട്രോൾ തീർന്നു. അപ്പം ഭയങ്കര ഇവിടെ -1 ഡിഗ്രിയാണ് തണുപ്പ്. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, ഒരു പഴയൊരു പീടിയ കണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ വണ്ടി നിർത്തി. ഒരു നായുണ്ട്, അതിങ്ങനെ കുറച്ച് കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമുക്കാണ് ടെൻഷനും, കാരണം അറിയാത്തൊരു നാടല്ലേ. പക്ഷെ അൽഹംദുലില്ലാ രാവിലെ ഒരാൾ വന്ന് നമ്മളെ കാറിൻ്റെ അടുത്ത് വന്ന് എന്താ പറ്റിയെന്ന് ചോദിച്ച്. ആ ഇരിക്കുന്ന ആളാണ് ഇയാൾ കേട്ടോ. ഇയാൾ ഇരിക്കുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ വൈഫാണ്. അപ്പം നമുക്ക് എല്ലാവിധ ചായകൾ ഇതാ ഭയങ്കര സൽക്കാരം തന്നു. ചായ, ഇവരെ വിഭവങ്ങൾ, നല്ല അടിപൊളി ഭക്ഷണം. പിന്നെ നമ്മളെ ബിസ്ക്കറ്റ്, ഓറിയോ ബിസ്ക്കറ്റ് പോലത്തെ ബിസ്ക്കറ്റ്, പിന്നെ ഈ ബ്രെഡ്, ഇതാ പാൽ ചായ തന്ന്. അതേപോലെ കട്ടൻ ചായ. അല്ല സുധീർക്ക, നമ്മളാകെ ടെൻഷൻ അടിച്ചില്ലേ. പക്ഷെ അൽഹംദുലില്ലാ റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ട് നല്ല അടിപൊളി നാസ്തി ഇവർ തന്ന്. അതേപോലെ നല്ല സൽക്കാരം. നമ്മൾ എന്താണെന്ന് ചോദിച്ചിട്ടില്ല. ഫസ്റ്റ് സുധീർഖാൻ്റെ സൈഡായിരുന്നു ഇയാൾ വന്നത്. ഡ്രൈവർ സൈഡ് വന്നിട്ട് എന്താ പറ്റിയെന്ന് ചോദിച്ചത്. അപ്പോൾ പിന്നെ എണ്ണ തീർന്നു, ഇവിടെ ബെൻസീൻ തീർന്നു തന്നെ. ചായ കുടിക്കാൻ തന്നെ അകത്ത് കൊണ്ടുവന്ന് ഇരുത്തി ചായ തന്നതിന് ശേഷമാണ് എന്താ പറ്റി, എങ്ങനെ, എവിടുന്നാണ് വരുന്നതെന്ന് ചോദിച്ചത്. മാഷാ അല്ലാ, നല്ല അടിപൊളി ഫാമിലി. എല്ലാവരും, ഞാനും നിങ്ങളും ഈ ഫാമിലിക്കും വേണ്ടി പ്രാർത്ഥിക്കണം. നല്ല ആളുകളാണ്. കാരണം അത് ആരോഗ്യ ആഫിയത്ത് ഇവർക്ക് ഒരുപാട് കാലം കൊടുക്കാനും, അതേപോലെ ഞങ്ങളെപ്പോലെ ഇതേപോലെ വിഷമിച്ചിരിക്കുന്ന ആളുകളെ ഇനിയും ഇതേപോലെ സപ്പോർട്ട് ചെയ്യാനും പിന്നെ എന്താ പറയുക, ദൈവം തമ്പുരാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഓക്കെ, പിന്നെ അതേപോലെ ഇവിടെ കാണിക്കേണ്ട ഒരു സംഭവം എന്താ, ഇതൊന്നേ കാണുന്നത്, ഇത് ഇവർ ഭക്ഷണം ഉണ്ടാക്കുന്ന അടുപ്പ് മാത്രമല്ല, ഇതിനെ കൊണ്ട് 2 ഉപയോഗമാണ്. കാരണം ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന ഇവരെ ഉള്ളിൽ നിന്നാണ്. അതായത് ഇവരെ ഹാളിൽ നിന്ന്, ഇവരെ ബെഡ്റൂം, പിന്നെ അതേപോലെ അടുക്കള എന്നാണ് പിന്നെ ഈ വീഡിയോ എടുക്കുന്നത്. ഈ സാധനം എന്തായാലും ഇതിന് എത്ര ഡിഗ്രി തണുപ്പായാലും ഇത് നല്ല ചൂടായി. ഇതിനകത്ത് വിറകിട്ടിട്ട് കത്തിച്ചാൽ ഈ റൂം ഫുള്ളായിട്ട് നല്ല ഹീറ്റാണ്. ഇപ്പോൾ ശരിക്കും എനിക്കിപ്പോൾ ചൂടെടുക്കുന്നുണ്ട്. നേരെ വെച്ച് പുറത്തിറങ്ങിയാൽ പല്ല് തമ്മിലടിക്കും. ഹൈറ്റാ തണുപ്പാണ് പുറത്ത്. അപ്പോൾ പുറത്തുള്ള വിശേഷം കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് എന്ത് ചെയ്യുന്നത്, ഇവർ എനി ടൈം തീ ഇങ്ങനെ കത്തിക്കും.
തീ കത്തിക്കുന്നുള്ള ഇതാണ് കാണിച്ചതാ. കണ്ടാ, ഇതിനകത്ത് ഇങ്ങനെ കനലിട്ടിട്ട് ഈ റൂം ഫുള്ളായിട്ട് ഹീറ്റായിരിക്കും. അതിൻ്റെ പുക ഇങ്ങനെ എന്ത് ചെയ്യും, ഇവരെ ബെഡ്റൂമും അടുക്കളയും കൂടി അത് ഇങ്ങനെ അങ്ങ് പോകും മേലോട്ട്. ഇതാണ് ഇവരെ ബെഡ്റൂം. ചങ്കളെ നമ്മൾ ഇന്നലെ ഇവിടെയാണ് എന്ത് ചെയ്തത്, ഒരു പീടിയാന്ന് പറഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ കുടുങ്ങിയത്. ഈ കാണുന്ന റോഡിൽ കാണുന്നതാണ് മേലെ കാണുന്നത്. അപ്പോൾ അതാ മഞ്ഞ ഉണ്ടോ, അതിന് ഈ വീടിൻ്റെ തൊട്ട് ബാക്കിലിതാ തൊട്ട് എന്നാണ് തൊട്ട് ഇതാ നടക്കാനുള്ളൂ, തൊട്ട് ബാക്കിൽ മഞ്ഞാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്ക് ഇവിടെ തണുപ്പ്. ഇതാ ഈ ഒരു നല്ല മനുഷ്യനാണ് എന്ത് ചെയ്തത്, ഞങ്ങളെ രാവിലെ വന്ന് വിളിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചായ തന്നതും അതേപോലെ നമുക്ക് അതിമനോഹരമായ സൽക്കാരം തന്നു. അല്ലേ സുധീർക്ക? മാഷാ അല്ലാ. എത്ര ആയാലും, കാരണം നമ്മുടെ അടുത്തല്ലോ അല്ല ഇഷ്ടംപോലെ എല്ലാ കാര്യങ്ങളും ഞാമത്തും ബർക്കത്തും എല്ലാം അല്ല തന്നെ. പക്ഷേ ഇത് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു സംഭവം അല്ല സുധീർക്ക. അതൊരു തുള്ളി എണ്ണ ഇല്ലാതെ നമ്മൾ നിൽക്കുന്നതാണ്. കുടിക്കാൻ വണ്ടിയിൽ ഇപ്പോൾ വെള്ളമില്ല. കാരണം നമ്മൾ ഒരു 50 കിലോമീറ്റർ പോയ എണ്ണ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് വണ്ടി എടുത്തത്. അല്ല വണ്ടി എടുക്കൂല. ആ നാട്ടിൽ നിന്ന് ചോദിച്ചപ്പോൾ, മൂർഗാവ് എന്ന് പറയുന്ന നാട്ടിൽ നിന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് നിങ്ങൾക്ക് ഒരു 50 കിലോമീറ്റർ പോയ എണ്ണ കിട്ടും തന്നെ. അപ്പോൾ മാഷാ അല്ലാ അൽഹംദുലില്ലാ. ഇതാ അവരെ വൈഫാണിത്. അവരെ വീടാട്ടെ കാണുന്നത്. ഇതാണ് അവർ താമസിക്കുന്ന വീട്. അതിൻ്റെ ആ വീടിൻ്റെ ഒരു റൂം ഞാൻ പറഞ്ഞ ഹീറ്റ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഇവരെയൊക്കെ സമ്മതിക്കണം കേട്ടോ. കണ്ടോ മല കണ്ടോ, ഇതിൻ്റെ തൊട്ട് ഇതാ ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു മീറ്റർ നീങ്ങാനില്ല ഈ മല, മഞ്ഞ മല. പക്ഷേ മാഷാ അല്ലാ അൽഹംദുലില്ലാ. ഈ ഒരു കാറുണ്ടല്ലോ, ഇത് ഇയാളതാണ്. ഇത് മോഡൽ എത്ര? 1940 കാറ്. ഇപ്പോഴും അത് വർക്കിങ്ങാ. ഇപ്പൊ ഇതിനകത്താണ് നമ്മളെ ചക്കരക്ക് പെട്രോൾ വാങ്ങാൻ പോകുന്നത്. സുധീർക്ക ഇല്ല തൊടൂല കേട്ടാ. പെട്രോൾ വാങ്ങാൻ പോകുന്ന ഇതിനകത്താണ് സ്റ്റാർട്ട് ആക്കിയിട്ട് 1940. അന്നേരം ഈറ്റേക്ക് നമുക്ക് കൊടുക്കാനൊന്നുമില്ല. സാധാരണ നമ്മളെ കയ്യിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം തീർന്നിന്. അപ്പം നമ്മള് യാത്രയിൽ തിന്നാൻ വെച്ച കുറച്ച് നമ്മൾ തിന്നതിൻ്റെ ബാക്കിയാണ് കുറച്ച് പിസ്തി അത് ഇതും പിന്നെ കൊടുക്കാനുള്ള ഒരു സ്പ്രേയാ, വേറെ ഒന്നുമില്ല. ഇത് കൊടുത്താൽ പോരാ. പെട്രോളിന്റെ ഡോളർ. അപ്പൊ ഇതാണ് ഈ വീട്ടിലാണ് നമുക്കിന്ന് രാവിലെ നാസ്തൽ വന്നിട്ടോ. മാഷാ അല്ലാ. ഓക്കെ, എല്ലാവരും പ്രാർത്ഥിക്കുക ഇവർക്ക് വേണ്ടിയിട്ട്. അപ്പം നമ്മൾ പെട്രോളൊക്കെ ഒഴിച്ച് പിന്നെ ഇതാ പോവുകയാണ്. ഞാൻ മേലെ നിന്ന് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുന്നതാണ്. ആ കയറ്റം കയറിയിട്ട് കിടക്കുന്നു. നോ 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 ഇതിന്നലെ ഉറങ്ങാൻ പറ്റിക്കില്ല നമ്മളാ. ആ ചങ്കളെ, ആ നടന്നു വരുന്ന നമ്മളെ ബൈക്ക് റൈഡർ മഹഫൂസാണ്. ഓനൊരു നല്ല രസകരമായൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പണി കാണിച്ചു തരാം. ഈ കാണുന്ന മഞ്ഞുമലാൻ്റെ താഴത്ത് ഈ ഒഴുകുന്ന ഐസും വെള്ളത്തിൻ്റെ ആ കാണുന്ന ഒരു പാലം, അതായത് ആട്ടുപാലം, അതിൻ്റെ സെൻറ്ററിൽ കൊണ്ടുവച്ച് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തത്. ഭയങ്കര ഭംഗിയായിരുന്നു. അപ്പം നമ്മളിത് എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഹായ് മഹഫൂസ്, ദൈവനാട്ടാ. പിന്നെ റമീസേ, ഞാനൊന്ന് നമ്മളെ മൊബൈലിനകത്ത് പോയി വന്നോക്കട്ടെ. എന്താ പാലത്തിൽ എന്താ അവസ്ഥ നോക്കട്ടെ. ഓക്കെ ഓക്കെ. മോനെ
കൈ മരവിച്ചു. കാണുന്ന ഐസും വെള്ളം, ഐസ് വാട്ടർ എന്ത് തണുപ്പാന്നറിയാം ഇവിടെ. പക്ഷെ തണുപ്പ് സഹിക്കുന്ന എന്താ പറയുക, ഷട്ടറും കാര്യങ്ങളൊക്കെ വണ്ടിയിലുണ്ട്. സഹിക്കുന്ന എന്താ അറിയാം, ഇത് ഈ ഒരു സുവർണാവസരം എനിക്ക് കിട്ടിയെന്ന് വരില്ല. കാരണം അതും തജിക്കിസ്ഥാനിൽ പാമര് ഹൈവേ എന്നാണ് ഈ ഒരു വീഡിയോ ഞാൻ പകർത്തുന്നത്. ഭയങ്കര നല്ല വെയിലുണ്ട്, പക്ഷെ വെയിലിന് ചൂടില്ല, തീരെ ചൂടില്ല. വെയിലെന്ന് പറയാനേ ഉള്ളൂ. പക്ഷേ ഇതൊരു ആസ്വദിക്കേണ്ട സംഭവം തന്നെ കേട്ടോ. ഷട്ടർ പോലും ഇടാണ്ട് തണുക്കുന്നില്ല. തണുത്തിട്ട് ചുണ്ടിങ്ങനെ പല്ല് തമ്മിൽ അടിക്കുന്നുണ്ട്. പക്ഷെ കണ്ടോ, ഞാൻ കാണിച്ചറിയാം കണ്ടോ, എന്തൊരു സന്തോഷം. ഇതിനകത്താറ്റം വീണിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ് കഥ, വേറെ ഒന്നുമില്ല. പിന്നെ മരം പോലെ വീട്ടിലേക്ക് പോവുക. പെട്ടിയിലൊന്നും ഇവിടെ വെക്കേണ്ടി വരില്ല, വണ്ടിയിലെടുത്തിട്ടാൽ മതിയാവും. അത്രക്കും തണുപ്പ്. ശരിക്കും -1 ഡിഗ്രി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്, നേരത്തെ മൊബൈലിൽ കാണിച്ചത്. ഏതാ തണുപ്പ് എന്നറിയോ, വെയിലിന് ചൂടില്ല. ഇതാ നിരന്ന് കിടക്കുന്നു. അതാ ആ സൈഡൊക്കെ കേട്ടോ, അങ്ങനൊക്കെ ഉരുകിയ ആ കുമിഞ്ഞു കൂടിയുണ്ടോ, ആടുന്നൊക്കെ ഉരുകി വന്ന് വെള്ളമായത്. ഇവിടെ ഇപ്പൊ കണ്ടപ്പോൾ നമ്മളൊന്ന് നിർത്തിയതാ ഈ ഒരു സംഭവം. ഞാനൊന്നറിയാൻ പോന്ന. ഓക്കെ, അറിയുന്നേ. ഇതൊക്കെ നമുക്ക് പോകേണ്ട റോഡുകളാണ്. അപ്പോൾ നമ്മളെന്താക്കാണ്, വണ്ടിയിലേക്ക് കയറുകയാണ്. തണുത്തിട്ട് രക്ഷയില്ല, വണ്ടിയിൽ ഈട്ടിടണം. ഓക്കെ, അപ്പോൾ തീർക്കാം. ഓക്കെ മോനെ, തണുപ്പാവൂല, കരളേ തണുപ്പാവൂല. My friend. This is what you are doing? Yes, I am fine. What's your name? Patrick. Patrick. Where are you from? From France. Francia. Francia. Mashallah. Hi. Hello. How are you? Fine. How are you? ഇതൊരാളെ പരിചയപ്പെട്ടാണ്. അതായത് ഈ പാമര ഹൈവേൻ്റെ താഴത്ത് വെച്ചിട്ട് ഇയാൾ സൈക്കിൾ ചോട്ടിയിട്ട് Dubai. പിന്നെ ഇയാൾ എങ്ങോട്ട് പോകുന്ന ചോദിച്ചേക്ക്. Okay. Where do you go? I go Osh. 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 Osh next. Kyrgyzstan. And after Karakul Lake. And after Almaty. Almaty. Okay. Okay, bro. Thanks. Nice to meet you. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ഇയാളിങ്ങനെ ചവിട്ടി പോകുന്നതാണ്. നമുക്കിത് കാണുമ്പോൾ ഒരു വിഷമമല്ല, അത് ഓരോരുത്തരുടെ ഡ്രീമാണ്. ചാലോ, ഓക്കെ ഗൈസ്, ബൈ. Bye. ഓക്കെ, താങ്ക് യു. Thank you. ഞങ്ങളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഒരു ഹോട്ടലല്ലൊരു വീടാണ്. എന്താ ഉള്ളതെന്ന് നോക്കട്ടെ. ഇവിടെയാണ് ഈ മഞ്ഞുമലാൻ്റെ താഴത്താണ് ഈ ഒരു വീട് വരുന്നത്. ഇവിടുത്തെ ഹോട്ടല്. പക്ഷെ എന്താ ഫുഡുള്ളതെന്ന് നോക്കാം. ഫുഡൊന്നും ഉണ്ടാവില്ല. ഇവിടുത്തെ ഒരു ബ്രെഡും ഉണ്ടാവും, പിന്നെ എഗ്ഗോ അല്ല ചിക്കനോ ഉണ്ടാവും. ഇതെല്ലാം തിന്ന് മടുത്ത്. കാരണം നമുക്ക് എരിവും പുളിയും വേണമല്ലോ. പക്ഷെ ഇത് ഉപ്പും ഉണ്ടാവില്ല, എരിവും ഉണ്ടാവില്ല, പുളിയും ഉണ്ടാവില്ല. എന്തായാലും എന്താ കിട്ടുക നോക്കട്ടെ, പോയി നോക്കിയിട്ട് പറയാം. ഓക്കെ, അപ്പം ഞാനങ്ങ് ഹോട്ടലിലേക്ക് കയറുന്ന. എന്താ പോയി നോക്കാം. അവിടെ 2-3 മക്കളൊക്കെ ഉണ്ട്. പിന്നെ ഇതാ ഇതിൻ്റെ ഗേറ്റാണിത്. നായുണ്ട് കേട്ടോ. നമ്മളെ മഹക്കൂസ് പോയെന്ന് ഐസ്ക്രീം അതൊന്നും. ഹായ്. ഇതിന് ഞാൻ പറയാം പ്രാന്ത്. എന്താ പറയാ, ഇവിടെ -ഡിഗ്രിയാണ് വല്ലായിട്ട്. ഇതിന് ഞാൻ പറയാം പ്രാന്ത്. ഐസ്ക്രീം അതൊന്നും റഹ്മാനായ റബ്ബേ സമ്മതിക്കണം മോനെ. ഇതാ ഞാൻ പറഞ്ഞ നമുക്കുള്ള ഫുഡ് മാബൂസ് ഓർഡർ ചെയ്തിന്. ഞാൻ പിന്നെ ബ്രെഡ് ഇതാണേ.
ഈ സാധനം ഭയങ്കര ഉറപ്പായി സാധനം. കുറച്ച് ചോക്ലേറ്റ് വണ്ടി കരുതിന് ഇതേപോലത്തെ പിള്ളേരെ കാണുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. Okay. What is your name? 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 Ritu. Name? Hale. Your mama. ഇവിടെ എങ്ങനെ എന്ത് ചെയ്യും, ഇതിൽ ചൂടുവെള്ളം കൊണ്ടുവന്ന് തരും. പിന്നെ ചായൻ്റെ നമ്മളെ ലിപ്റ്റൺ അല്ല വേറെ ഒരു കമ്പനി അതും തരും. അതിന് തിന്നാനായിട്ട് ഇതാ ഇന്ന് നമുക്ക് കിട്ടിയ റൊട്ടി. ഈ റൊട്ടി മുറിക്കാൻ നോക്കിക്കൂടെ, ഇത് വീഡിയോന് വേണ്ടി കാണിക്കുന്നല്ല കേട്ടോ, സത്യമായിട്ട് ഇങ്ങനെ ഇതാ. ഹായ്, നൈം ജമീല. മാഷാ അല്ലാഹ്, ജമീല. ഒരു നല്ലൊരു പേര് കേട്ടല്ലേ? നാട്ടിൽ നിന്ന് വന്നൊരു നല്ലൊരു പേര് കേട്ടു, ജമീല. വിളിക്കല്ലേ തിരി നബീറ. ചെക്കൻ്റെ പേര് നബീറ, മൂപ്പരെ അമ്മാവന്റെ പേര് ജമീല. ഡീസൽ അടിക്കുന്നേ കാണുന്നുണ്ടോ? ഡീസലല്ല, സോറി, പെട്രോള്. ഒരു വില്ലയിൽ വന്നിട്ട് ഇനി പമ്പിന് ഇനി ഓടണം കണ്ടമാനം കിലോമീറ്റർ. ഞങ്ങൾ പാമർ ഹൈവേൻ്റെ ഏകദേശം ടോപ്പിലെത്താനായിന്നാണ് തോന്നുന്നത്. പക്ഷേ ഭയങ്കരമായിട്ടുള്ള തണുപ്പ് എന്ന് പറഞ്ഞാൽ നിൽക്കാൻ പറ്റില്ല, വീഡിയോ തന്നെ എടുക്കാൻ പറ്റാത്ത തണുപ്പാണ്. ചുണ്ടും തമ്മിലടിക്കുന്നത്. അതുകൊണ്ടാ സീന്. ആ തണുപ്പ് എന്നറിയാം. ലോറിയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അതല്ല, ഈ ഒരു കാഴ്ച നിങ്ങളെ കാണിക്കണം തോന്നി. അസാധ്യ തണുപ്പാണ്, കയ്യൊക്കെ മരവിച്ച്. പക്ഷെ ഈ ഒരു സുവർണാവസരം ഇപ്പോഴേ കിട്ടുള്ളൂ. ഓക്കെ, ചങ്കള ഇത് റോഡ് സൈഡിലാണ് ഏറ്റവും ടോപ്പായത്. പാമർ ഹൈവേൻ്റെ തജിക്കിസ്ഥാനിലെ ഏറ്റവും ടോപ്പ് അവിടെ റോഡ് സൈഡ്. വണ്ടി വയസ്സായിട്ടുള്ള അകലം കണ്ടോ? ഓ, തണുത്തിട്ടാണേ. ഹായ് ചങ്കളെ, നമ്മൾ ഫുഡ് കഴിക്കാൻ നടത്തിയതാണേ കിർഗിസ്ഥാനിലേക്ക് പോകുന്ന ബൈക്ക്. അപ്പോൾ അവിടുത്തെ ചെറിയൊരു കാഴ്ച കാണിച്ചു തരാം. ഇവരൊക്കെ മരത്തിൻ്റെ ചോട്ടിലാണ് ഫുഡ് കഴിക്കാനുള്ള സ്ഥലമാണ് കേട്ടോ ഇത്. ഇപ്പോൾ വരും. റമീസ, സൂപ്പാ മന്നത്? സൂപ്പ് അല്ല, സൂപ്പ് തന്നെയാ അത്. ബട്ടർ തൈരല്ല, ബട്ടർ നോക്കടാ റമീസ. അതാട്ടാ സൂപ്പും കട്ടൻ ചായയും ബ്രെഡും.